അനുരാഗ്, എന്താണ് നമുക്ക് ഈ വിഷയത്തിൽ കൂടുതലായി ലഭിക്കുന്ന വിവരങ്ങൾ? പോലീസ് എപ്പോഴേക്കും പ്രതിയെ ചോദ്യം ചെയ്യുന്നതിലേക്ക് കടക്കുമെന്നാണ് അറിയുന്നത്? എന്തായാലും ലത്തീഫിന്റെ വീട്ടിലേക്ക് ഇപ്പോൾ കേസ് അന്വേഷിക്കുന്ന വെഞ്ഞാറമൂട് പോലീസ് എത്തിയിട്ടുണ്ട്. നേരത്തെ കിളിമാനൂർ SHOയുടെ നേതൃത്വത്തിലാണ് ഇൻക്വസ്റ്റ് നടപടികൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ വെഞ്ഞാറമൂട് പോലീസ് കൂടി ഇവിടേക്ക് എത്തിയിട്ടുണ്ട്. എന്തായാലും ഇൻക്വസ്റ്റ് നടപടി പൂർത്തിയാക്കി മൃതശരീരങ്ങൾ ഇപ്പോൾ ആംബുലൻസിൽ മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് മാറ്റി പോസ്റ്റ്മോർട്ടം ാണ് നിർണായകമാവുക. ഇയാൾ എലിവിഷം കഴിച്ചു എന്ന് പോലീസിനോട് പറഞ്ഞതിന്റെ ഭാഗമായി ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരിക്കുകയാണ്. പക്ഷേ ആരോഗ്യനില തൃപ്തികരം തന്നെയാണ്. ഇനി നമുക്ക് കസ്റ്റഡിയിൽ വാങ്ങേണ്ടതുണ്ട്. ഇന്ന് ഉച്ചയോട് കൂടിയോ അല്ലെങ്കിൽ നാളെ രാവിലെയോട് കൂടിയോ കസ്റ്റഡിയിൽ വാങ്ങാനാണ് പോലീസ് തീരുമാനിച്ചിരിക്കുന്നത്. എന്തായാലും ഇന്നലെ രാത്രി തന്നെ സാധാരണഗതിയിൽ ഇത്തരത്തിൽ വിഷം കഴിച്ചാൽ മജിസ്ട്രേറ്റിന്റെ നേതൃത്വത്തിൽ ആശുപത്രിയിൽ എത്തി തന്നെ അയാളുടെ മൊഴി രേഖപ്പെടുത്താറുണ്ട്. അതിന്റെ ഭാഗമായി തന്നെ കഴിഞ്ഞ ദിവസം രാത്രി തന്നെ മജിസ്ട്രേറ്റ് മെഡിക്കൽ കോളേജ് ആശുപത്രിയിലെത്തി അഫാന്റെ മൊഴി രേഖപ്പെടുത്തിയിട്ടുണ്ട്. അതിൽ എന്തൊക്കെയാണ് പറഞ്ഞിട്ടുള്ളത് എന്നുള്ളതാണ് നിർണായകമാവുക. അതിനൊപ്പം തന്നെ ആ കാര്യം തന്നെയാണോ ഇയാൾ പോലീസിനോട് പറഞ്ഞിട്ടുള്ളതെന്നും ഇനി പറയാനിരിക്കുന്നത് എന്നുള്ളതാണ് ഇനി ഉറ്റുനോക്കുന്നത്. കാരണം ഈ നേരത്തെ തന്നെ ഈ മൊഴികളിൽ വൈരുദ്ധ്യം ഉണ്ടായിരുന്നു. അതേ സമാനമായ രീതി തന്നെ ഈ മൊഴികളിൽ ഇനിയും ഉണ്ടാകുമോ എന്നുള്ള കാര്യം തന്നെയാണ്. സാമ്പത്തികമായി പ്രശ്നമുണ്ടായിരുന്നു, അത് വീട്ടാൻ വേണ്ടി പലരോടും പണം ചോദിച്ചു, പക്ഷേ നൽകിയില്ല എന്നുള്ള മൊഴി പറഞ്ഞിട്ടുണ്ട്. പ്രതി പറയുന്നത് അങ്ങനെയാണ്. പക്ഷേ മറ്റ് ഇടങ്ങളിൽ നിന്ന് വരുന്ന പ്രതികരണം അനുസരിച്ച് ഇയാൾ കാമുകിയെ വിളിച്ചിറക്കി. പക്ഷേ ഇത് കുടുംബത്തിൽ ആരും അംഗീകരിക്കാൻ തയ്യാറായില്ല. അതിന്റെ ഭാഗമായാണ് ഏവരെയും ഒരുമിച്ച് തീർത്ത് കളയാമെന്ന തീരുമാനത്തിലേക്ക് എത്തിയത്. താനും ജീവിക്കേണ്ട, ആരും ജീവിക്കേണ്ട എന്നുള്ള തീരുമാനത്തിലേക്ക് പ്രതി എത്തിയത് നടക്കമുള്ള കാര്യങ്ങൾ ഉന്നയിക്കുന്നു. മറ്റൊരു ഭാഗത്ത് ലഹരിയുടെ ഉപയോഗമാണെന്ന് ആരോപിക്കുന്നുണ്ട്. എന്തായാലും ഈ സാമ്പത്തിക പ്രശ്നമാണ് എന്ന് പറയുമ്പോഴും എന്തിന് ഇത്തരത്തിൽ അനിയനെയും 13 വയസ്സുകാരൻ മാത്രമുള്ള സഹോദരനെയും കാമുകിയെ അടക്കം ഇയാൾ കൊന്നുകളഞ്ഞത് എന്നുള്ള ചോദ്യം അവിടെ നിലനിൽക്കുന്നുണ്ട്. അങ്ങനെ പല ചോദ്യങ്ങൾക്കും ഉത്തരം ഇതുവരെയും ലഭിച്ചിട്ടില്ല. ഇന്നലെ രാവിലെ മുതലാണ് ഈ കൊലപാതക പരമ്പര ആരംഭിച്ചത്. അത് ഈ 2ാം ദിവസത്തിലേക്ക് കടക്കുമ്പോഴും ഇതെന്തിനാണ്, ഇതിന്റെ മോട്ടീവ് എന്താണ് എന്നുള്ളതിന് ഉത്തരം ഇതുവരെ ലഭിച്ചിട്ടില്ല എന്നുള്ളത് തന്നെയാണ്. എന്തായാലും ഇതിൽ മറുപടി പറയേണ്ടത്, അല്ലെങ്കിൽ അതിൽ ചുരുളഴിയണമെങ്കിൽ അതിൽ കൃത്യമായ ഉത്തരം പറയേണ്ടത് ഈ കൊലപാതകമെല്ലാം നടത്തിയ പ്രതി 23 വയസ്സുകാരനായ അഫാൻ തന്നെയാണ്. 75 ലക്ഷം രൂപയുടെ കടം തന്റെ പിതാവിനുണ്ട്. അത് അദ്ദേഹം അംഗീകരിക്കുന്നുണ്ട്. പക്ഷേ അതിനുള്ള ചുമതല, അത് വീട്ടാനുള്ള ചുമതല ഇയാളെ ഏൽപ്പിച്ചിട്ടില്ല എന്നുള്ള രീതിയിൽ തന്നെയാണ് പിതാവിന്റെ പ്രതികരണം വരുന്നത്. എന്നിരുന്നാൽ പോലും പിതാവായതുകൊണ്ട് ഇതിന്റെ ഒരു സ്വാഭാവികമായും ചുമതല ഏറ്റെടുത്തതായിരിക്കാം. അത്രത്തോളം കുടുംബത്തോട് ഇടപഴകി കഴിയുന്ന ആൾ തന്നെയാണ് അഫാൻ എന്ന് നാട്ടുകാരുടെ പ്രതികരണത്തിൽ തന്നെ വ്യക്തമാണ്. കാരണം സഹോദരനെ അടക്കം അത്രത്തോളം സ്നേഹത്തോടെ, വാത്സല്യത്തോടെ, 10 വയസ്സിന് ഇളയതാണ് സഹോദരൻ. ആ സഹോദരനെ വലിയ വാത്സല്യത്തോടെയാണ് ഇയാൾ നോക്കിക്കൊണ്ടിരുന്നത്. ബൈക്കുകളിൽ കൊണ്ട് കറങ്ങുന്നതും അതുപോലെ തന്നെ ഇഷ്ടപ്പെട്ട ആഹാരം വാങ്ങിക്കൊടുക്കുന്നതെല്ലാം അഫാൻ തന്നെയാണ്. കഴിഞ്ഞ ദിവസം അടക്കം ഈ കുഞ്ഞിന് ഇഷ്ടപ്പെട്ട കുഴിമന്തി അടക്കം വാങ്ങി നൽകിയ ആളാണ്. പിന്നെ എന്തുകൊണ്ടാണ് അത്രയും വാത്സല്യത്തോടെ താൻ കൊണ്ടു നടന്ന ഈ 10 വയസ്സിന് ഇളയതായ തന്റെ സഹോദരനെ കൂടി ഇത്തരത്തിൽ നിഷ്ഠൂരമായി കൊലപ്പെടുത്തി കളയാം എന്നുള്ള നിഗമനത്തിലേക്ക് അല്ലെങ്കിൽ ആ ഒരു തീരുമാനത്തിലേക്ക് ഈ പ്രതി എത്തിയത് എന്ത് കാരണത്തിലാണ് എന്നുള്ള ചോദ്യമാണ് ഇപ്പോഴും നിലനിൽക്കുന്നത്. സാമ്പത്തിക പ്രശ്നമാണോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും തരത്തിലുള്ള പ്രശ്നങ്ങളാണോ? ഈ സമീപവാസികളോട് സംസാരിക്കുമ്പോൾ അങ്ങനെ ഒരു പ്രശ്നക്കാരനല്ല, ഒരു ക്രിമിനൽ വാസനയുള്ളതോ അല്ലെങ്കിൽ ഏതെങ്കിലും കേസുകളിൽ പെട്ടിട്ടുള്ളതോ, ലഹരി ഉപയോഗിക്കുമോ എന്നുപോലുമുള്ള ചോദ്യങ്ങൾക്ക് ആർക്കും അറിയില്ല. അത്തരത്തിലുള്ള യാതൊരു പ്രശ്നങ്ങളും അവരുടെ ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ല എന്നുള്ളത് തന്നെയാണ് നാട്ടുകാരെല്ലാവരും പറയുന്നത്. ആരും ഇതുവരെ, നമ്മൾ സംസാരിക്കുന്ന ആരും അഫാനെക്കുറിച്ച് മോശമായി ഇതുവരെ പറഞ്ഞിട്ടില്ല. ഇന്നലെ ഈ സംഭവം പുറത്തറിയുന്നത് വരെ അയാളെക്കുറിച്ച് ആർക്കും മോശമായി അഭിപ്രായമില്ല. മറ്റ് കേസുകളില്ല, ഒരു അടിപിടിയോ അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിലുള്ള ബഹളമുണ്ടാക്കിയതോ അങ്ങനെ ഒരു കേസുകളും അല്ലെങ്കിൽ ഒരു കാര്യങ്ങളും ഇയാളുടെ പേരിൽ ഇതുവരെ ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ല. അങ്ങനെയുള്ള ഒരാൾ ബന്ധുക്കളായ 5 പേരെ, ഉമ്മയെ അടക്കം കൊല്ലാൻ ശ്രമിച്ചു. അങ്ങനെ 5 പേരെ കൊലപാതകം നടത്തി എന്നുള്ള കാര്യം ഏവരും ഞെട്ടലോടെ തന്നെയാണ് കേട്ടിരിക്കുന്നത്. അത് പലർക്കും ഇതുവരെയും ഉൾക്കൊള്ളാൻ സാധിച്ചിട്ടില്ല. ഇപ്പോൾ ഞാനുള്ള ലത്തീഫിന്റെ വീട്ടിന്റെ പരിസരത്തുള്ള ലത്തീഫിന്റെ സുഹൃത്തുക്കൾ പോലും പറയുന്നത് ലത്തീഫ് അത്രത്തോളം സൗഹൃദം എല്ലാവരോടും പുലർത്തുന്ന ആളാണ്. CRPFൽ ജോലി ഉണ്ടായിരുന്നു. അദ്ദേഹം അത് കഴിഞ്ഞ് വിശ്രമ ജീവിതം നയിക്കുകയായിരുന്നു. ആരോടും പ്രശ്നത്തിന് പോവാത്ത, എല്ലാവരോടും സൗഹൃദം പുലർത്തുന്ന ആൾ. അയാളെ എന്തിനാണ് ഈ ബന്ധുവായ 23 വയസ്സുകാരനായി ഈ ചെറുപ്പക്കാരൻ കൊലപ്പെടുത്തിയത് എന്നുള്ള ഞെട്ടലാണ് നാട്ടുകാരെല്ലാവരും ഇവിടെ തടിച്ചു കൂടിയിരിക്കുന്നത് എന്നുള്ളത് തന്നെയാണ്. എന്തായാലും നിരവധി ചോദ്യങ്ങൾ പലയിടങ്ങളിലായി, 5 ഇടങ്ങളിലായി ഇത്തരത്തിൽ പല ചോദ്യങ്ങൾ നിലനിൽക്കുന്നുണ്ട്. അതിനെല്ലാം ഉത്തരം പോലീസിന്റെ അന്വേഷണത്തിലൂടെ മാത്രമേ പൂർണ്ണ ചിത്രം വ്യക്തമാവുകയുള്ളൂ.